അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. CPM കോൺഗ്രസ് മുന്നണികളുടെ ശബരിമല കൊള്ളയ്ക്കെതിരെ വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി തെളിയിച്ച BJP. ചേലക്കര ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര സെന്ററിൽ എലിയപ്പറ്റ അന്തിമഹാകാളങ്കാവ് ക്ഷേത്ര പരിസരത്തെ ആൽത്തറയിൽ പ്രവർത്തകർ അയ്യപ്പ ജ്യോതി തെളിയിച്ചതിനു ശേഷമാണ് പ്രതിഷേധ യോഗം ആരംഭിച്ചത്. യോഗം BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള മഹാകൊള്ളയ്ക്കെതിരെ സംസ്ഥാനം മുഴുവൻ കടക്കണിയിലാക്കി, സംസ്ഥാനം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് സമസ്ത മേഖലകളിൽ വികസനം സ്തംഭിപ്പിച്ചുകൊണ്ട് അവസാനം ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൈവച്ചുകൊണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നശിപ്പിച്ച് ഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവർ ഇന്ന് ഭക്തിയുടെ വക്താക്കളായി കേരളത്തിലെ കോടാനുകൂടി ജനങ്ങൾ ആദരിച്ചു പോരുന്ന ഭഗവാൻ അയ്യപ്പന്റെ ക്ഷേത്രം തന്നെ കയ്യേറിക്കൊണ്ട് അവിടെ വിഗ്രഹമടക്കം എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് വിറ്റുകൊണ്ട് കേരളത്തെ ലോകത്തിന് മുമ്പിൽ അപമാനിച്ച ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ, ഈ കാട്ടുകൊള്ളക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇന്ന് ചേലക്കരയിൽ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലുടനീളം ഇവരുടെ ഈ കള്ളന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പ്രതിഷേധം ഒരു വലിയ വിജയപ്രദമാക്കി തീർക്കുകയും അതോടൊപ്പം തന്നെ ഇനിയും ഈ കൊള്ള തുടരാതിരിക്കാൻ വേണ്ടി ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് കേവലം ഔപചാരികതയുടെ പേരിൽ ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിപ്പിക്കുന്നു. BJP ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ അധ്യക്ഷനായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ, അഴിമതിക്കെതിരെ നടത്തുന്ന അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരമാണ്. ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് നമ്പ്യാത്ത്, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി, രാജഗോപാൽ കാവുങ്ങൽ, ചേലക്കര ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രകാശൻ, പുലാക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്താ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വർണ്ണക്കൊള്ള, ബലാത്സംഗങ്ങള്, MLA-മാർ അറസ്റ്റ് വരിക്കപ്പെടുന്നു, കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിലെ ഈ കേരളത്തിൻ്റെ മുഴുവൻ അഭിമാനമായിരുന്ന സാക്ഷാൽ അയ്യപ്പൻ്റെ, ഈ ധർമ്മശാസ്താവിൻ്റെ എന്താ നടക്കുന്നത് ഇവിടെ കേരളത്തിൽ? കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, കവർച്ച ചെയ്യുന്നത് ആരാ? ഈ നാട് ഭരിക്കുന്നവര്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് തുടക്കകാര്യങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്ന അതേ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലാണ് ഭരണം. അപ്പോൾ അവർ കക്കാതിരിക്കുമോ? അവർ ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും അവരവരുടെ ആളുകളെ കുത്തിക്കയറ്റുന്നു. അവിടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്ന രണ്ട് മുന്നണികളും ഇത്തരത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ സ്വത്തുക്കൾ ഈ പ്രശ്നങ്ങളിടയിലൂടെ കടത്തിക്കൊണ്ടുപോകും. ഇതിൽ ഭരിക്കുന്ന മുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ഇതിൻ്റെ ഭാഗവാക്കുകളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കേവലം മന്ത്രിയെ അകത്താക്കി മന്ത്രിയെ രക്ഷിക്കുവാനുള്ള നടപടികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. സംഭവം പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിശ്ചയിച്ചത് ഹൈക്കോടതിയാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് SIT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മന്ത്രിയെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉന്നതന്മാരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.